വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 10-45 പേർക്ക് വയറിളക്കം, ഛർദി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ലോക്കൽ വാട്സപ്പ് ഗ്രൂപ്പ് മുതൽ സംസ്ഥാന പ്രമുഖ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ. എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിനു മുമ്പും സമാനമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു 3-4 ശക്തമായ മഴയ്ക്ക് ശേഷമാണ്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒറ്റ കാര്യത്തിലേക്കാണ്: കുടിക്കുന്ന വെള്ളം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് കുടിക്കുന്ന വെള്ളത്തിൽ ഈക്കോളി അല്ലെങ്കിൽ കോളിഫോം പോലത്തെ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അത് വയറിളക്കം, ഛർദി, തലവേദന, പനി, അതുപോലെ ഡീഹൈഡ്രേഷൻ, ഇത്രയും അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ്. കേവലം ഒരു ഓഡിറ്റോറിയത്തിൽ മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമല്ല. ഓപ്പൺ വെല്ല് യൂസ് ചെയ്യുന്ന 90% ഭാഗങ്ങളിലും, ഓപ്പൺ വെല്ലിലെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന 90% സ്ഥലങ്ങളിലും ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ദുരന്തം സംഭവിച്ച ശേഷം മാത്രമേ ഇതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല നമസ്കാരം. ഒരു കൃത്യമായ ഇടവേളകളിൽ, അതായത് ഓരോ സീസൺ മാറുമ്പോഴും നമ്മളുടെ ഉപയോഗിക്കുന്ന വെള്ളം, പ്രത്യേകിച്ച് കുടിക്കുന്ന വെള്ളം പരിശോധിക്കേണ്ടതുണ്ട്. അതായത് നല്ലൊരു മഴയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വേനൽക്കാലം തുടങ്ങുന്ന സമയത്ത് ഓരോ സീസൺ മാറുമ്പോഴും വെള്ളത്തിൻ്റെ ലഭ്യതയും വെള്ളത്തിലേക്ക് എത്തുന്ന ഉറവുകളുടെയും അളവിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സീസൺ മാറുമ്പോഴും നിർബന്ധമായിട്ട് നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകൾ അല്ലെങ്കിൽ കൂൾ ബാർ പോലുള്ള മേഖലയിലുള്ളവർക്ക് വെള്ളം ടെസ്റ്റ് ചെയ്ത് കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വീടുകളിലുള്ളവർക്കും ബാധകമാണ്. ഓപ്പൺ വെൽ ഉപയോഗിക്കുന്ന വീട്ടുകാരാണെങ്കിലും നിങ്ങളും വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യുക. വെള്ളം ടെസ്റ്റ് ചെയ്ത് കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സ്യൂട്ടബിളായിട്ടൊരു ഫിൽറ്റർ സെറ്റ് ചെയ്യുക. ഇനി കാശുണ്ടായിട്ടും ഫിൽറ്ററൊന്നും സെറ്റ് ചെയ്യാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകാരോടും കൂൾ ബാറുകാരോടും പറയാനുള്ളത്, നീയും തയ്പ്പിച്ച് വെച്ചോ ഒരെണ്ണം. ഇനി ചില അമ്മാവന്മാരോടാണ് പറയണത്, എൻ്റെ മൊത്തം ബാപ്പയും ഇതേ കിണറ്റിലെ വെള്ളമാണ് കുടിച്ചത്, എൻ്റെ ബാപ്പയും ഇതേ കിണറ്റിലെ വെള്ളമാണ് കുടിച്ചത്, അവർക്കൊന്നും അസുഖം വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മുടന്തൻ ന്യായങ്ങളുമായിട്ടിരിക്കുന്ന ചില അമ്മാവന്മാരോട് പറയാനുള്ളത്, അന്ന് അവരുപയോഗിക്കുന്ന സമയത്ത് ആ കിണർ ഒരു ഏകദേശം ഒരു 50 സെൻറ്റ് അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലത്തിന് നടുക്കായിരുന്നു. അന്ന് ചുറ്റും വീടുകളുടെ എണ്ണം കുറവായിരുന്നു. ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. 5 സെൻറ്റ് സ്ഥലത്തിലാണ് ആ കിണറിൽ നിൽക്കുന്നതും അതിൻ്റെ പരിസരത്തൊക്കെ വീടുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഓരോ വീട്ടിലും സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് കുഴിയും ഉണ്ട് എന്നത് മാത്രം ഓർത്താൽ നല്ലത്. ഇനി ചത്താലും ഫിൽറ്റർ വെക്കില്ല എന്ന് മസിൽ പിടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ കുടിക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒന്ന് തിളപ്പിച്ചെങ്കിലും ഉപയോഗിക്കുക. ഞാൻ നാട്ടുകാരെ മൊത്തം ഫിൽറ്റർ വെച്ച് നന്നാക്കാമെന്ന് ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മുടെ കൺമുമ്പിൽ ഇതുപോലുള്ള സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറയാതെ, ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിട്ടും പൊതുജനങ്ങൾക്ക് എത്തിക്കാതെ വരികയാണെങ്കിൽ ആ ദുരന്തത്തിന് നമ്മൾ കൂടി ഉത്തരവാദിത്തം ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്പർ താഴെ കൊടുക്കാം, ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ, എപ്പോഴെങ്കിലും ആവശ്യം വരും.